ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ എവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം 20 മാർച്ച് 2026 വെള്ളിയാഴ്ച. ഈ മാസത്തെ 20-ാമത്തെ ദിവസം, ഈ വർഷത്തെ 79-ാമത്തെ ദിവസം, വലിയ നോമ്പിലെ 34-ാമത്തെ ദിവസം. ഇന്നത്തെ എപ്പിസോഡ് 450-ാമത്തെ എപ്പിസോഡ് ആണ് ഇന്ന് പബ്ലിഷ് ചെയ്യുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നത്. ഇന്നത്തെ ധ്യാന വിഷയം എന്താണ് നോമ്പ്? എന്താണ് നോമ്പ്? ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ക്രൈസ്തവ ജീവിതം ഒരു തീർത്ഥാടനമാണ്. സ്വർഗസ്വനായ നമ്മുടെ പിതാവിന്റെ സന്നിധിയിലേക്കുള്ള ഒരു തീർത്ഥയാത്ര, ദൈവരാജ്യത്തിലേക്കുള്ള ആ യാത്ര സുഗമവും അർത്ഥവത്താകുന്നതിനുമുള്ള മാർഗമാണ് നോമ്പ്. ഭൗതിക സുഖഭോഗങ്ങൾ ത്യജിച്ച് ആത്മീയ ജീവിതം നയിക്കുവാൻ നോമ്പ് സഹായിക്കുന്നു. നോമ്പ് പ്ലസ് അൻപ് ഈക്വൽ ടു നോമ്പ്. നൊമ്പരപ്പെടുത്തുന്ന സ്നേഹമാണ് നോമ്പ് എന്ന് നമുക്ക് ഏവർക്കും മനസ്സിലാകും. ഓർത്തഡോക്സ് സഭ നാം ആചരിക്കുവാനായി 5 നോമ്പുകൾ അംഗീകരിച്ചിട്ടുണ്ട്. 50 നോമ്പ്, 25 നോമ്പ്, 15 നോമ്പ്, 13 നോമ്പ്, 3 നോമ്പ് എന്നിവയാണ്. എന്നാൽ ദൈവമാതാവിന്റെ ജനന പെരുന്നാളോടനുബന്ധിച്ച് 8 നോമ്പ് ജനങ്ങൾ ഏറ്റെടുത്ത് അനുഷ്ഠിച്ചു വരുന്നുണ്ട്. അതുപോലെ എല്ലാ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും നോമ്പ് അനുഷ്ഠിക്കണമെന്ന് സഭ കൽപ്പിക്കുന്നുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നോമ്പ് വലിയ പ്രാധാന്യം ഉള്ളതാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാമെങ്കിലും നാം എത്ര അത് കൃത്യമായി അനുഷ്ഠിക്കുന്നുവെന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട കാലത്താണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. നോമ്പ് ക്രിസ്തീയ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമാണ്. ശരീരത്തിൻ്റെ മനസ്സിൻ്റെയും താളപ്പിഴകളെ നേരെയാക്കുന്ന ഉത്തമ സംവിധാനമാണ് നോമ്പ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ശുദ്ധീകരിക്കുന്ന ദിനങ്ങളാണ് നോമ്പുകാലം. ജീവിതത്തിൻ്റെ വണ്ടി ട്രാക്ക് തെറ്റി ഓടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നേരെയാക്കുവാൻ നോമ്പ് പര്യാപ്തമാണ്. ഇഷ്ടഭക്ഷണം വെടിയുക മാത്രമല്ല നോമ്പ്, അതിനപ്പുറം വലിയ ഒരു ആത്മീയ ദർശനം നോമ്പിലുണ്ട്. നമ്മുടെ താളം തെറ്റിയ ചിന്തകളെയും പ്രവൃത്തികളെയും നോമ്പ് കൊണ്ട് ക്രമീകരിച്ച് ശരിയായ പാതയിലാക്കാൻ കഴിയണം. ആത്മീയ ശുദ്ധി ലഭിക്കുന്നില്ലെങ്കിൽ നോമ്പ് അനുഷ്ഠാനം ഒരു പ്രഹസനമായി മാറുമെന്ന് നമുക്ക് ഏവർക്കും അറിയാം. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 21 ഇപ്രകാരം പറയുന്നു: പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകയില്ല എന്ന്. നമ്മുടെ ജഡമോഹങ്ങളെ ഹനിച്ച് ആത്മാവിനെ ബലപ്പെടുത്തി പിശാചിനെ തോൽപ്പിക്കുവാനുള്ള ശക്തി കൈവരുത്തുന്നത് ഈ നോമ്പ് അനുഷ്ഠാനത്തിലൂടെയാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. നോമ്പിന്റെ 2 ചിറകുകളാണ് പ്രാർത്ഥനയും ഉപവാസവും എന്ന് നമുക്ക് ഏവർക്കും അറിയാം. പ്രാർത്ഥന നമ്മെ ദൈവത്തിന്റെ പാദരവിന്ദങ്ങളോട് ബന്ധിപ്പിക്കുന്ന പൊന്നിൻ ചങ്ങലയാണെന്ന് പരിശുദ്ധ പരിമല തിരുമേനി നിർവചിച്ചിട്ടുണ്ട്. ഉപവാസം എന്നാൽ ദൈവത്തോടു കൂടെ വസിക്കുക എന്നാണ് അർത്ഥം. ആത്മീയ ജീവിതത്തിന്റെ വസന്തകാലമായി നോമ്പ് കാലങ്ങളെ കണക്കാക്കാം. പ്രാർത്ഥന, ഉപവാസം എന്നിവയോടൊപ്പം ദാനധർമ്മങ്ങൾ ചെയ്യുവാനും നാം ഉത്സാഹിക്കേണ്ടതുണ്ട്. എന്നാൽ പാവപ്പെട്ട സ്വന്തം സഹോദരനെ കാണാൻ കഴിയാത്തവർക്ക് ഈശ്വരനെയും കാണാൻ കഴിയുകയില്ല. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുവാനാണ് ക്രിസ്തുനാഥൻ നമ്മോട് ഉപദേശിക്കുന്നത്. തനിക്ക് സ്വന്തമായത് അവരിന് വിട്ടുകൊടുക്കുന്നതാണ് ദാനധർമ്മങ്ങൾ. ഒന്നാലോചിച്ചാൽ നമുക്കുള്ളതെല്ലാം ദൈവദാനമാണല്ലോ. നമ്മുടെ സമ്പത്തും സമയവും ആരോഗ്യം എല്ലാം അതിന് ഉപകരിക്കേണ്ടതാണ്, അവരിന് കൂടി അവകാശപ്പെട്ടതാണ് എന്നും നാം ഓർക്കേണ്ടതുണ്ട്. പ്രാർത്ഥന നമ്മുടെ മനസ്സ് ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നതും ദൈവവുമായുള്ള സംവേദനവുമാക്കണം. ഒരു ഉത്തമ വിശ്വാസിയുടെ ജീവശ്വാസമാണ് പ്രാർത്ഥന. മനസ്സിൽ നിന്ന് അസൂയ, കോപം, നിഗളം, അഹങ്കാരം, മോഹം, മാത്സര്യം തുടങ്ങിയവ എല്ലാം അകറ്റി സൽചിന്തയും സ്വൽസ്വഭാവവും സൽപ്രവൃത്തികളും രൂപപ്പെടുത്തുന്നതാകണം നോമ്പ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം നോമ്പ് നോറ്റിരുന്നതായി കാണാം. യോശുവ 3:5
നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. പുറപ്പാട് 34:28 പ്രകാരം പറയുന്നു, മോശ അവിടെ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും 40 രാവും പകലും യഹോവയുടെ കൂടെ ആയിരുന്നു എന്ന് കാണുന്നു. ഏലിയാവും ഇയ്യോബും നോമ്പ് നോറ്റവരായിരുന്നു. പരിശുദ്ധ പരിമല തിരുമേനിയും വട്ടശ്ശേരി തിരുമേനിയും എല്ലാം നോമ്പ് അനുഷ്ഠിക്കുന്നതിൽ നിഷ്ഠയുള്ളവരായിരുന്നു. നമ്മുടെ രക്ഷകനായ യേശുവും തീക്ഷ്ണമായ നോമ്പ് നോറ്റതായി വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ആദിമകാലം മുതൽ സഭയുടെ ആത്മശുദ്ധീകരണത്തിനും പുതുക്കത്തിനുമായിട്ടാണ് നോമ്പ് നോറ്റിരുന്നത് എന്നും നാം ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും മനസ്സിലാകും. അനുതാപവും ദൈവ സാക്ഷാത്കാരവും ജീവകാരുണ്യവുമാണ് ഇതിനു വേണ്ടത്. എന്നാൽ ഇന്ന് ഇതൊരു അനുഷ്ഠാനം മാത്രമായി തീർന്നിരിക്കുന്നത് ഒരു പോരായ്മയാണ്. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ തക്കവിധം ഓരോരുങ്ങേണ്ടതുണ്ട്. ആഹാര സാധനങ്ങൾ വർജിച്ച് ശരീരം ശിക്ഷണ വിധേയമാക്കുമ്പോൾ മനസ്സും ആത്മാവും ജാഗ്രതയുള്ളതാകും. അതിനോടൊപ്പം ആത്മപരിശോധനയ്ക്കും രൂപാന്തരത്തിനും വിധേയമാക്കണം. ഒരു പുതുമനുഷ്യനെ സൃഷ്ടിക്കുവാൻ നോമ്പിന് കഴിയണം. ഭക്ഷണ ക്രമീകരണം ആധുനിക ജീവിത ആരോഗ്യത്തിന് അനിവാര്യമാണ്. നമ്മുടെ ഭക്ഷണശീലമാണ് നമ്മെ രോഗിയാക്കി മാറ്റുന്നത്. ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവൻ യോഗി, 2 നേരം ഭക്ഷണം കഴിക്കുന്നവൻ ഭോഗി, 3 നേരം ഭക്ഷണം കഴിക്കുന്നവൻ യോഗി, 4 നേരം ഭക്ഷണം കഴിക്കുന്നവൻ ദ്രോഹി, 5 നേരം ഭക്ഷണം കഴിക്കുന്നവൻ പാപി എന്നിങ്ങനെ. ഇതിൽ മിതമായ ആഹാരമാണ് ആവശ്യമെന്ന് നമ്മെ സൂചിപ്പിക്കുന്നു. ആത്മാവിനെ പുഷ്ടിപ്പെടുത്തുന്ന ആത്മീയ ഭക്ഷണമാണ് നോമ്പ്. ആന്തരിക ജീവിത വിശുദ്ധി ഇതിൽ പ്രധാനമാണ് എന്ന് നമുക്ക് എവർക്കും അറിയാം. ഇന്നത്തെ മനുഷ്യന്റെ നെട്ടോട്ടത്തിനിടയിൽ നോമ്പ് അനുഷ്ഠിക്കുന്നവർ കുറഞ്ഞു വരുന്നു. സമയം കിട്ടുന്നില്ല എന്നാണ് സമാധാനം. എന്നാൽ എത്ര സമയം വേണമെങ്കിലും മൊബൈൽ തോണ്ടുവാനും ചാറ്റ് ചെയ്യുന്നതിനുമൊക്കെ സമയമുണ്ടാകും. ദൈവം ആദാമിന് കൊടുത്ത കൽപ്പനയാണ് നോമ്പ്. അത് യഹൂദ സഭ ആചരിച്ചു വരുന്നതും നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതും നോറ്റതുമാണ്. എല്ലാ നോമ്പുകളും അവസാനിക്കുന്നത് വിശുദ്ധ കുർബാന അനുഭവത്തോടുകൂടി ആയിരിക്കണം. വിശുദ്ധ കുർബാനയിൽ നോമ്പും പ്രാർത്ഥനയും കൈക്കൊണ്ട് അൻപാൽ അടിയാരെ കാക്കുക എന്ന് നമ്മൾ പാടാറുണ്ടല്ലോ. അത് വെറും അതര വ്യായാമം ആകാതെ ആത്മാർത്ഥതയോടെ ആയിരിക്കട്ടെ. നോമ്പ് അർത്ഥവത്തായി നോറ്റ് ആത്മീയ പരിശുദ്ധി ഏവർക്കും ലഭിക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നോമ്പ് ഒരു ആത്മീയ തീർത്ഥാടനമായി തന്നെ സ്വീകരിച്ചുകൊണ്ട് നാം മുമ്പോട്ട് ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് നമ്മെ തന്നെ അർപ്പിച്ച് നാം ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. അതിനായിട്ട് നമുക്ക് ഒത്തുചേർന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.